AKG സെന്ററിൽ ഇപ്പോൾ പാർട്ടി പതാക താഴ്ത്തി കറുത്ത കൊടി ഉയർത്തിയിരിക്കുകയാണ്. കേരളം മുഴുവൻ CPM പാർട്ടി ഓഫീസുകളിൽ സ്വാഭാവികമായിട്ടും പതാക താഴ്ത്തിക്കെട്ടും, കറുത്ത കൊടി കെട്ടുകയാണ്. വലിയ തോതിൽ പ്രവർത്തകർ ഒരുപക്ഷെ VS തിരിച്ചു വരും. പല ഘട്ടങ്ങളും നമുക്കറിയാം, കഴിഞ്ഞ കാലങ്ങളിലൊക്കെ അദ്ദേഹത്തിൻ്റെ പല സമയങ്ങളിൽ ആരോഗ്യസ്ഥിതി ഗുരുതരമായിട്ടുണ്ടെങ്കിൽ പോലും പിന്നീടും അദ്ദേഹത്തിലെ ആ പോരാളി ജീവിതത്തിലേക്ക് തിരിച്ചു വന്നുകൊണ്ടേയിരുന്നു. അതേ ഒരു വാർത്ത പ്രതീക്ഷിച്ച് തന്നെയാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളും അണികൾ കാത്തിരുന്നത്. പക്ഷേ ഇന്ന് രാവിലെ മുതൽ വേഗത്തിൽ കാര്യങ്ങളെല്ലാം മറുഭാഗത്തേക്ക് തിരിയുകയായിരുന്നു. ഉച്ചയോടുകൂടി മുഖ്യമന്ത്രി അടക്കമുള്ളവർ അങ്ങോട്ടേക്ക് എത്തുമ്പോൾ സ്വാഭാവികമായിട്ടും ഇങ്ങനൊരു വാർത്ത വരുമെന്ന ഒരു പ്രതീതിയുണ്ടായി. അത് 3:20-നാണ് അദ്ദേഹത്തിൻ്റെ മരണം സംഭവിക്കുന്നത് എന്ന് ഔദ്യോഗികമായി ആശുപത്രി അധികൃതർ അറിയിക്കുകയും ചെയ്യുന്നു. ഇന്ന് വൈകിട്ടോട് ഇനി കുറച്ച് സമയങ്ങൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയ ശേഷം AKG പഠന ഗവേഷണ കേന്ദ്രത്തിലേക്കാണ് എത്തുക. അവിടെയും പൊതുദർശനത്തിന് സൗകര്യമുണ്ട്. അത് രാത്രി ഏറെ സമയം നീണ്ടുപോവുകയും ചെയ്യും. നാളെ രാവിലെ 9 മണി മുതൽ തന്നെ ദർബാർ ഹാളിൽ പൊതുദർശനം ഉണ്ടാകും. അതിനുശേഷം പരമാവധി ആളുകൾക്ക് കാണാനുള്ള സൗകര്യം ഒരുക്കിയ ശേഷമാകും ആലപ്പുഴയിലേക്ക് പോവുക. പക്ഷേ രാത്രിയോടുകൂടി ആലപ്പുഴയിലെ വീട്ടിലേക്ക് എത്തിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയാണ് MP ഗോവിന്ദൻ പ്രകടിപ്പിച്ചത്. അത് നമുക്ക് പറയാൻ കഴിയില്ല. കാരണം ഉമ്മൻചാണ്ടിയുടെയൊക്കെ വിലാപയാത്ര സമയത്തിനൊക്കെ അപ്പുറത്തേക്ക് ഏറെ നീണ്ടുപോകുന്ന സ്ഥിതി ഉണ്ടായി. സമാനമായ ഒരു പക്ഷെ അങ്ങനെ ഉണ്ടായാൽ പ്രതീക്ഷ പോലെ ആവില്ല. പക്ഷെ മറ്റന്നാൾ ഉച്ചയ്ക്ക് ശേഷം സംസ്കാരം നടത്തുക എന്നതാണ് നിലവിലെ തീരുമാനം. മറ്റന്നാൾ വൈകുന്നേരത്ത് വലിയ ചുടുകാട്ടിൽ ഉറങ്ങുന്ന നക്ഷത്രങ്ങളുടെ കൂട്ടത്തിൽ ഒരാൾ കൂടി VS അച്യുതാനന്ദൻ 1946-ലെ പ്രക്ഷോഭത്തിന്റെ മുഖ്യ നേതാവായിരുന്നു. പക്ഷെ അദ്ദേഹം അന്ന് മരിച്ചില്ല. അദ്ദേഹത്തെ കൊന്നുകളയാൻ കഴിഞ്ഞില്ല. അന്ന് ആ ജീവിതം 102-ാം വയസ്സുവരെ നീണ്ടുകൊടുവിൽ വലിയ ചുടുകാട്ടിലേക്ക് VS അച്യുതാനന്ദന്റെ മടക്കം. CPIM-നെ സംബന്ധിച്ച് അദ്ദേഹം CPIM-ന്റെ ഏറ്റവും കലുഷിത കാലത്തെ സംസ്ഥാന സെക്രട്ടറിയുടെ കസേരയിലിരുന്ന ആളാണ്. 1980-കളിൽ